ഇവിടെയൊക്കെ പോലീസ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് വരിക. നമ്മളിപ്പോ പൂങ്കുന്നം പാലം കഴിഞ്ഞു. ആരവ്, നമ്മൾ പോകുന്നതേ ശരിയായ റൂട്ടില്. താൻ എന്നെ കൊണ്ട് എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് പതുക്കെ പറ. എങ്ങോട്ട് പോകുന്നെന്ന് ഞാൻ നിന്നോട് പറയാം. നമ്മളെ എന്റെ വീട്ടിലോട്ടാ പോകുന്നത്. തന്റെ വീട്ടിലേക്കോ? ആ വീട്ടില് താൻ പോലും സുരക്ഷിതയല്ല. പിന്നെ എങ്ങനെ എന്നെ അവിടെ സുരക്ഷിതനാക്കുന്നേ? ഞാൻ പിടിക്കപ്പെടും. തന്റെ അമ്മയും അങ്കിളും അവിടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെ അവിടെ താമസിക്കും? അവിടെ ഇപ്പൊ അമ്മയും അങ്കിളും ഇല്ല. അവർ കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുക. ഉടനെ ഒന്നും തിരിച്ചു വരില്ല. അതറിഞ്ഞപ്പോ മുതലാ നിന്നെ അവിടെ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? തന്റെ വീട്ടിലേക്കാണെന്ന് ഫ്രണ്ട്സിനോടെങ്കിലും പറയായിരുന്നോ? അത് പറഞ്ഞ അവരും കൂടി വരാൻ നിൽക്കും. മൊത്തം കാര്യങ്ങൾ സംശയത്തിന്റെ നിഴലിലാവും. വൃന്ദയുടെ മുത്തശ്ശൻ പറഞ്ഞതും എന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുത്തശ്ശൻ പറഞ്ഞ അതുപോലെ സംഭവിക്കും. നീ ഹോസ്റ്റലിൽ നിന്നിട്ട് അങ്ങനെ വല്ലതും സംഭവിച്ച, അതുകൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോകുന്ന അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്റെ വീട്ടില് നിനക്ക് കുറച്ചു നാളെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതിനകത്ത് യാത്ര ചെയ്താ ആർക്കും നിന്നെ കാണാൻ പറ്റില്ല. അനു, തന്റെ നല്ല മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ യാത്ര അവിടം വരെ എത്തുമെന്നുള്ളത് എന്റെ സംശയം. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ആരും നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന്? ഈ വണ്ടി എവിടെ വരെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ആരവ്, വണ്ടി നിർത്തിയല്ലോ. എന്തിനായിരിക്കും? ഇത് സാധനങ്ങൾ കയറ്റിറക്കുന്ന വണ്ടിയല്ലേ, സാധനങ്ങളിൽ ഇറക്കാനായിരിക്കും. അയ്യോ, അപ്പോ ഇത് തുറക്കില്ലേ? നമ്മൾ കാണില്ലേ അവര്? നമുക്ക് ഇവിടെ ഇറങ്ങിയല്ലോ. ഇതേത് സ്ഥലമെന്ന് അറിയില്ലല്ലോ. നിങ്ങളത് ലേറ്റ് ആയത്? ഒന്നും പറയണ്ട, വരണ വഴിക്കേ വണ്ടിക്ക് പണിയായി. പെട്ടെന്ന് ലോഡ് കയറ്റി. ആരോ സംസാരിക്കുന്നുണ്ട്. ലോഡ് കയറ്റുന്ന കാര്യ. ആരവ്, നമുക്ക് ഇനി ഇവിടെ തുടരണ്ട, നമുക്ക് ഇറങ്ങാം. വർക്ക്ഷോപ്പ് കയറി ഇറങ്ങി വന്നപ്പോ ലേറ്റായി. ഇന്ന് മാക്സിമം ലോഡ് പോകണം. തുടങ്ങിക്കോ. ഓ ശരി. ഒന്ന് വേഗം ആവട്ടാ. രുദ്രണ്ണൻ പുതിയൊരു ഗോഡൌൺ ഓപ്പൺ ആക്കുന്നുണ്ട്. അടുത്ത മാസം തുടങ്ങും. അപ്പോ അണ്ണന് വലിയ കോളായിരിക്കുമല്ലോ. ദൈവമേ, ഇത് രുദ്രന്റെ ഗോഡൌൺ ആയിരുന്നോ? ദൈവമേ, രുദ്രന്റെ താവളത്തിലാണോ നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത്? അണ്ണ, വണ്ടിയിൽ ആരോളുണ്ട്? പുറത്തു ചാടാം, ഈ രക്ഷയില്ല നമുക്ക്. രുദ്രണ്ണൻ പരാതി, ഡോർ തുറക്കരുത്. വാടാ. അവര് ഡോർ പൂട്ടി. തുറക്കാൻ കഴിയാത്ത ഡോറ് താൻ എന്തിനാ തുറക്കാൻ ശ്രമിക്കുന്ന? അവര് രുദ്രന്റെ ആൾക്കാരാ. അവന്മാര് രുദ്രനെ അറിയിക്കും. രുദ്രനോ പോലീസോ നമ്മളെ പിടികൂടും.
നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന അരവ്? നമ്മൾ ഇവിടുന്ന് എങ്ങനെ പുറത്തു പോവും? നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാ? ഈ യാത്ര ലക്ഷ്യത്തിലെത്തില്ലെന്ന് ഞാൻ തന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ. അരവ്, പിന്നെ അവര് കണ്ടോ? എന്നെ കണ്ടില്ല, ഞാൻ തന്റെ പിന്നിലായിരുന്നു. ഇതെങ്ങനെ തുറക്കും? എങ്ങനെയെങ്കിലും ഇത് പുറത്തു പോണ്ടേ നമുക്ക്?